ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്ന് പരിശോധിക്കാം. ആദ്യം 20/3/2025 വ്യാഴാഴ്ച 23,165 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 23,168 എന്ന ലെവലിലാണ്. അതായത് കൃത്യമായും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് വേണം പറയാൻ. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടായി കരുതാമെന്ന് കരുതിയ ലെവൽ തന്നെ 23,164. തൊട്ട് താഴെ 23,132.6 എന്ന ലെവലിൽ നമ്മളൊരു മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരുന്നു. അത് കൃത്യമായും ഈ ലെവലിൽ നിന്ന് ആണ് എങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് വെക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ 23,062 എന്ന ലെവലിന് താഴെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ അഥവാ സെല്ലിംഗ് സൈഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ, ഒരു ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എന്നാൽ ഓപ്പണായ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 32.6 പകരം 32.8 എന്ന ലെവൽ വരെ ലോ അടിച്ചെങ്കിലും അതേ 5 മിനിറ്റ് ക്യാൻഡിൽ വളരെ ശക്തമായ ഒരു ബൈയിങ് ടെൻഡൻസിയാണ് കാണിച്ചത്. 23,198 എന്ന ഹൈ കാണിച്ച് 98.65 എന്ന ലെവലിൽ തന്നെ ഫുള്ളി ഒരു ബുള്ളിഷായ ക്യാൻഡിൽ, പെട്ടെന്ന് ഇറങ്ങി വന്ന ഒരു ക്യാൻഡിൽ, ചെറിയ രീതിയിൽ മാത്രം നമുക്ക് ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ 23,199, 23,157 എന്ന് പറഞ്ഞാൽ 42 പോയിന്റിൻ്റെ ഒരു ഡൗൺ. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം എന്ന് കരുതി ഡേയ്സ് ഹൈ, ഇന്നലത്തെ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഒരാൾക്ക് പോലും ഒരു ടാർഗറ്റ്, ഒരു ചെറിയ പ്രോഫിറ്റിനുള്ള സാധ്യത ധാരാളമായി ഉണ്ടായിരുന്നു. ATM ഓപ്ഷനാണ് ചെയ്യുന്നതെങ്കിൽ. എന്നാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തിരുന്നില്ല. അതിനർത്ഥം പ്രൈസ് അവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനുശേഷം വീണ്ടും ഈ ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും, കൃത്യമായും ഒരു ബൈയിങ് സിംറ്റമാണ് കാണിക്കുന്നത്. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട്, മൈനർ സപ്പോർട്ട് എവിടെയെങ്കിലും ഒരെണ്ണം കണ്ടെത്തി കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുക്കാൻ കഴിയുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായ ഒരു ടാർഗറ്റ്, അത് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്ന ഉയരവും കഴിഞ്ഞ് വളരെ വേഗത്തിൽ തന്നെ നല്ലൊരു ട്രേഡാണ് തന്നത്. പിന്നീട് ഇന്നത്തെ ട്രേഡിൽ നിന്നും എല്ലാം ചെറിയ പോയിന്റിനെങ്കിലും നിഫ്റ്റി താഴോട്ട് വന്നാൽ അപ്പോൾ തന്നെ ബൈയിങ് ആണ് കണ്ടുപോകുന്നത്. നല്ല ബൈയിങ് ടെൻഡൻസി തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ മാത്രമാണ് ചെറിയ ഒരു ഡ്രാഗ്, പതിയെ മാത്രം മാർക്കറ്റ്, അതെല്ലാം ബൈ ഓൺ ഡിപ്പ് എന്ന രീതിക്ക് തന്നെയാണ് പോയത്. നമ്മളുടെ പ്രധാന റെസിസ്റ്റൻസ് എന്ന് കരുതിയ ലെവലിന് മുകളിൽ കയറി ക്ലോസ് ആയെങ്കിലും വീണ്ടും കിട്ടി ഒന്നും കൂടി അത് ശ്രമിക്കുമ്പോൾ അതിന് മുകളിലോട്ട് പോകാൻ കഴിയാതെ സെല്ലിംഗ് പ്രഷർ, അത് തിരിച്ചറിയാൻ കഴിഞ്ഞവർ കൃത്യമായ എൻട്രി പുട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, എടുത്തവരുണ്ട്. അതുപോലെ തന്നെ ഡേയ്സ് ഹൈ അതിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഒരു നല്ല ട്രേഡ് കിട്ടി. എന്നാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ, അത് ചെറിയ ടൈം ഫ്രെയിമിൽ വീണ്ടും അപ്വേർഡ് കിട്ടുമ്പോൾ, ഇവിടെ വെള്ളിയാഴ്ചയാണ് ഇന്ന്, എന്തായിരുന്നാലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയായിരുന്നു. ആ തരത്തിലൊന്ന് വന്നു, അവിടുന്ന് വീണ്ടും ബൈയിങ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഉയരത്തിന് വലിയ ദൂരെയല്ലാത്ത രീതിയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഹൈയും ലോയും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇന്ന് തന്നിരിക്കുന്ന ഒരു ടോട്ടൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു 270 പോയിന്റിനടുക്കെ മാത്രമുള്ള മൂവ്മെൻറ്റേ ഉള്ളൂ. പക്ഷേ നല്ല ട്രേഡബിൾ തന്നെയായിരുന്നു. ആർക്കും ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒരു ചെറിയ വില കുറവ്, ഒരു ഡിക്രീസ്, ഒരു ഡിക്ലൈൻ തന്നുവോ അപ്പോഴെല്ലാം പ്രൈസ് വളരെ വേഗത്തിൽ തന്നെ തിരിയുന്നുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച്, അഥവാ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുകയായിരുന്നെങ്കിൽ പോലും വളരെ വ്യക്തമായ ട്രേഡാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ടും പ്രധാന റെസിസ്റ്റൻസും വളരെ വ്യക്തമായി മാനിച്ചുകൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനി 2 ദിവസം, ശനിയും ഞായറും അവധിയാണ്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പണായി വരുമ്പോഴേക്കും ഇന്ന് നൽകിയ ഈ പ്രൈസ് ലെവലുകളെ പരിഗണിച്ചുകൊണ്ട് എങ്ങനെയായിരിക്കാം നമ്മുടെ അന്നത്തേക്കുള്ള തിങ്കളാഴ്ചത്തേനുള്ള ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 23,348 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 23,316 എന്ന ഒരു മൈനർ സപ്പോർട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലോട്ട് ഉള്ള റെസിസ്റ്റൻസുകളിൽ ആദ്യം ലഭിക്കേണ്ടത് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് തന്നെയാണ് വേണ്ടത്. അത്തരത്തിൽ മുകളിലോട്ട് വരികയാണെങ്കിൽ തുടർന്ന് 23,445, 508, 547, 574 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പ്രധാന റെസിസ്റ്റൻസ് ആയി വരാൻ സാധ്യത
574 ആയിരിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പണായി ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ സഞ്ചരിച്ചേക്കാം. നല്ല ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഓരോ ലെവലുകളും ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകളെല്ലാം ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് തിങ്കളാഴ്ച മാർക്കറ്റ് തരാവുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി പ്രധാന സ്റ്റോപ്പ് ലോസുകളായി കരുതി അവയിൽ നിന്നുകൊണ്ട് അവയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്പോൾ ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവ് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ ഗ്രാജുവലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് കണക്കാക്കുക. എന്നായിരുന്നാലും 23,196 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. തുടർന്ന് താഴോട്ട് വരികയാണെങ്കിൽ ഈ ലെവലുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എന്തായിരുന്നാലും ഇവിടെ നിന്നെല്ലാം വളരെ വേഗത്തിൽ തന്നെ ഒരു റിവേഴ്സൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടായേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50,501 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി ഒരു മൈനർ സപ്പോർട്ട് എന്ന രീതിയിൽ 50,364 രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി മാറിയേക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നത് 50,941 എന്ന ലെവലാണ്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി ഇന്നത്തെ ഉയരം 672, അതുപോലെ മറ്റൊന്ന് 50,816 എന്നിവയാണ്. ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു അപ്പ് മൂവ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. അത് ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ സ്റ്റോപ്പ് ലോസുകളെ കണ്ടെത്തി അപ്പർ ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യും. പ്രധാനമായും ലഭിക്കേണ്ട ടാർഗറ്റ് 50,267 എന്ന് പറയുന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്നത് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് ക്ലോസ് ആകുന്നു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ എന്ന രീതിയിലെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം. അത്തരത്തിൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. അതിൽ 50,053 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് താഴെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 76,889 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 76,785 എന്ന ലെവൽ ഒരു മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
ആദ്യമായി ലഭിക്കാവുന്ന മൈനർ റെസിസ്റ്റൻസായി 77,042 എന്ന ഇന്നത്തെ ഉയരം തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് മുകളിലോട്ട് ഈ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ന് കരുതുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു നല്ല ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഗ്രാജുവലി പ്രൈസ് അപ്പർ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ്. ഇതെല്ലാം വളരെ മൈനർ ആയ റെസിസ്റ്റൻസ് ലെവലുകളാണ്. പ്രൈസ് ഈ ആഴ്ചത്തെ ബുള്ളിഷ് മൂവ്മെൻറ്റ് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവയെല്ലാം പതിയെ മുകളിലോട്ട് ടെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ച് പുതിയ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിലേക്ക് കണ്ടെത്തി നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 76,621 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആയേക്കാം എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ 76,357 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ അത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തു വരികയാണെങ്കിൽ ഈ ലെവലെല്ലാം 76,089 എന്ന ഇന്നത്തെ ലോയെല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ടായി മാറാനാണ് സാധ്യത. എവിടെ നിന്ന് വേണമെങ്കിലും വളരെ പെട്ടെന്ന് പ്രൈസിന് അപ്വേർഡ് മൂവ് ചെയ്യാൻ കഴിഞ്ഞേക്കും. കാരണം ഈ ആഴ്ച നല്ല ബുള്ളിഷ് ആയിരുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് ന്യൂസുകളൊന്നും അങ്ങനെ മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായും പ്രൈസ് വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായേക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. ഡിസ്ക്ലൈമർ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഇത് എൻ്റെ ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. അല്ലാതെ ഒരു കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തോളൂ സെല്ല് ചെയ്തോളൂ എന്നുള്ള ഒരു ട്രേഡിംഗ് സജഷൻസ് ഒന്നുമല്ല. പഠനാർത്ഥം നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ചാനൽ ശ്രദ്ധിക്കുമ്പോൾ ലെവലുകൾ പരിശോധിക്കുമ്പോൾ ഗുണകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തിങ്കളാഴ്ചയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്